നിങ്ങൾ തിരുവനന്തപുരം നഗരത്തിൽ കുറച്ച് കാലമായിട്ട് ചെയ്യുന്നൊരു മഹത് പ്രവൃത്തി ഞാൻ ആൾക്കാരെ അറിയിക്കാൻ പോവാണ്. RCCയിലും മറ്റ് ആശുപത്രികളിലൊക്കെ നിർധനരായ ഈ രോഗികളെത്തുമ്പോൾ അവർക്ക് നഗരത്തിലെ ഒരു 7 കിലോമീറ്റർ ചുറ്റളവിൽ സഞ്ചരിക്കാനുള്ള സൗകര്യം ഒരുക്കും. അവരെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. ഇത് ഏത് ഹോസ്പിറ്റലായാലും. എന്നിട്ട് അവരെ തിരിച്ചു കൊണ്ടുവിടും. അവരുടെ നിന്ന് പൈസ ഒന്നും വാങ്ങിക്കാറില്ല. തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ പൈസ വാങ്ങിക്കുന്നു എന്ന് ആക്ഷേപം ഉള്ള ആൾക്കാർ ഇത്തരം മഹത് പ്രവൃത്തി ചെയ്യുന്നത് വലിയൊരു കാര്യമാണ്. ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ നമ്മൾ കുറച്ച് വിഷ്വൽസിലേക്ക് നമുക്ക് പോകാം. ഇത് പേട്ട പള്ളിമുക്ക് ജംഗ്ഷൻ. തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിലേക്ക് പോകാനെത്തുന്ന നിർധനരായ രോഗികൾക്ക് സൗജന്യ സവാരി നൽകുന്ന ഒരു ഓട്ടോ കൂട്ടായ്മയാണ് പള്ളിമുക്കിന് ഇന്ന് നന്മയുടെ മുഖം നൽകുന്നത്. പാവപ്പെട്ട രോഗികൾ വരുമ്പോൾ ഞങ്ങൾ അവരെ ഫ്രീ ആയിട്ട് തന്നെ RCCയിലും മറ്റെല്ലാ സർക്കാർ ആശുപത്രികളിലും ഫ്രീ ആയിട്ട് തന്നെ അവരെ എത്തിക്കുകയാണ്. സേവന വഴിയിലൂടെ ഈ ഓട്ടോ സവാരികൾ തുടരുകയാണ്. നന്മയുടെ പാതയിലൂടെ ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക്. ലാലേട്ടൻ ഇവർക്കെല്ലാം ഒരു മൊമെന്റം കൊടുത്ത് ആദരിക്കാൻ പോവാണ്. ഈ ഓട്ടോ എന്ന സിനിമയിൽ നമ്മൾ കണ്ടതുപോലെ തന്നെ ഇപ്പോഴും മനസ്സിൽ നന്മയുള്ള ഒരു കൂട്ടം ഓട്ടോ ഡ്രൈവർമാരാണ് നമ്മളുടെ കൂടെ വേദിയിലുള്ളത്. നിങ്ങളെ കണ്ടുമുട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും തിരുവനന്തപുരത്ത് തുടങ്ങിയ ഈ സത്പ്രവൃത്തി കേരളം മുഴുവൻ വ്യാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ലാലേട്ടൻ ഒരു കാര്യം ശ്രദ്ധിച്ചു കാണുമല്ലോ, ഇന്ന് ഇവിടെ എത്തിയവരിൽ കൂടുതലും ഓട്ടോ ഡ്രൈവർമാരാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഇവർക്ക് ചിലർക്ക് ലാലേട്ടനോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. നമുക്ക് അതിലേക്ക് കടന്നാലോ? ആയിക്കോട്ടെ. അല്ല, ഈ അവർ ചോദ്യങ്ങൾ ചോദിച്ചോട്ടെ, എനിക്കറിയാവുന്ന രീതിയിൽ ഉത്തരം പറയാം. കാര്യം പെട്ടെന്ന് ഓട്ടോറിക്ഷയുടെ ഒരു പാർട്ടിനെ പറ്റി എല്ലാം ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞു. എന്നാലും ചോദിച്ചോളൂ. നമസ്കാരം ലാലേട്ടാ. എന്താണ് പേര്? എൻ്റെ പേര് സുരേന്ദ്രൻ. എനിക്ക് ചോദിക്കാനുള്ളത്, എൻ്റെ ഓട്ടോ ജീവിത യാത്രയിൽ പ്രായമുള്ളവരും ദരിദ്രനായ ഒത്തിരി ആൾക്കാർ കയറിയിട്ടുണ്ട്. പലപ്പോഴും അവിടെ നിന്ന് പൈസ മേടിക്കാൻ വലിയൊരു ബുദ്ധിമുട്ട് മനസ്സിലായിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഇതുകൊണ്ട് ജീവിതമാർഗം തേടുന്നത് കൊണ്ട് പലപ്പോഴും കഴിയാറില്ല. അപ്പോൾ അതിനെന്താണ് ഒരു നമുക്കൊരു ചെറിയൊരു കൺസെഷൻ കൊടുക്കണം അവർക്ക്, എന്തെങ്കിലും ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത പോലെ. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ഇപ്പോഴും ചെയ്യുന്നു. ലാലേട്ടാ നമസ്കാരം. എൻ്റെ പേര് അനീഷ്. സുന്ദരികളായ ഒരുപാട് പെൺകുട്ടികൾ എൻ്റെ ഓട്ടോയിൽ നിത്യേന യാത്രയ്ക്ക് എത്തുന്നുണ്ട്. അപ്പോൾ അവർക്കൊരു ശല്യമാകാത്ത രീതിയിൽ നമുക്ക് എങ്ങനെ പരിചയപ്പെടാം? പരിചയപ്പെടണമെങ്കിൽ നമുക്ക് പരിചയപ്പെടാം. ശല്യമാകാത്ത രീതിയിൽ പരിചയപ്പെടണമെങ്കിൽ ഉണ്ടായിരിക്കാനും വേണ്ട. അല്ല, ഞാൻ വെറുതെ പറഞ്ഞാണ്. നമുക്ക് ഏറ്റവും മനോഹരമായിട്ട് നമ്മുടെ ഓട്ടോറിക്ഷ സൂക്ഷിക്കുക, നല്ല വൃത്തിയായി വസ്ത്രധാരണം ചെയ്യുക, അവരോട് മാന്യമായിട്ട് പെരുമാറുക. അവർ താനേ പരിചയപ്പെട്ടുള്ളൂ. ഡോണ്ട് വറി. ലാലേട്ടാ നമസ്കാരം. എൻ്റെ പേര് ജയൻ. ലാലേട്ടൻ ഒരു ഓട്ടോ വാങ്ങുന്നതിൽ ആ ഓട്ടോയ്ക്ക് എന്ത് പേരിടും? എന്ത് സംശയം, സുന്ദരി. ലാലേട്ടാ നമസ്കാരം. എൻ്റെ പേര് സുജിത്. ലാലേട്ടാ, നമ്മൾ ഓട്ടോ ഓടിക്കുമ്പോൾ നമ്മൾ ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണോ എന്നാണ് നിർബന്ധമായിരിക്കണോ ഓട്ടോ തൊഴിലാളികൾ? ഓട്ടോ ഓടിക്കാൻ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. ഇംഗ്ലീഷ് അറിയണമെന്ന് ചോദിച്ചാൽ അറിഞ്ഞാൽ നല്ലത്, അറിഞ്ഞില്ലെങ്കിൽ നല്ല. പക്ഷേ ഇപ്പം നമ്മുടെ ഒരുപാട് ടൂറിസ്റ്റ് ഇപ്പം എവിടെ നിന്ന് ആറന്മുളയാണോ? ഒരുപാട് അവിടെ മറ്റേ അമ്പലത്തിലോ അല്ലെങ്കിൽ അങ്ങനത്തെ സ്ഥലങ്ങളിലോ കാര്യങ്ങളിലൊക്കെ ഒരുപാട് വിദേശികളും അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻസൊക്കെ വരുന്നല്ലേ. അപ്പോൾ അവരോടൊക്കെ സംസാരിക്കാൻ വേറൊരു ഭാഷ പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. നമസ്കാരം ലാലേട്ടാ. ലാലേട്ടൻ അവസാനമായിട്ട് ഓട്ടോയിൽ കയറിയെന്നാണ്? ഞാൻ അവസാനമായിട്ട് ഓട്ടോ കയറിയത് കഴിഞ്ഞ വർഷം ഒരു മെയ് ജൂണിലാണ്, ഒപ്പം എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട്. ഇവര് ഓട്ടോ ആൾക്കാരല്ലല്ലോ. വട്ടിയൂർക്കാവിൽ നിന്ന് ഓട്ടോ ഡ്രൈവേഴ്സ് സാംസ്കാരിക സമിതി ഈ കഴിഞ്ഞ വർഷം ഒരു പെൺകുട്ടിയുടെ കല്യാണം സമ്പൂർണ്ണ ചെലവേറ്റെടുത്ത് നടത്തി. വെരി ഗുഡ്.
അതിനോടൊപ്പം ഒരു സാംസ്കാരിക സമ്മേളനം വെച്ചിരുന്നു. സുരേഷ് ഗോപി സാറാണ് ഉദ്ഘാടനം ചെയ്തത്. ഈ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒരു 25 ക്യാൻസർ രോഗികൾക്ക് ധനസഹായം കൊടുത്തു. കഴിഞ്ഞ മാസം ഞങ്ങളുടെ സ്റ്റാൻഡിലെ എല്ലാ ഓട്ടോറിക്ഷകളും ഒരു ബോക്സ് വെച്ചിട്ട് ഒരു ദിവസത്തെ വേതനം, ഈ ഓട്ടോറിക്ഷയിലുള്ള ആൾക്കാർ മാത്രമാണ് ഇതെല്ലാം വലിയ കാര്യം. ബോക്സ് വെച്ചിട്ട് അതിൽ സവാരിക്കാരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങാതെ ഈ ബോക്സിൽ നിക്ഷേപിച്ച് ഓട്ടിസം ബാധിച്ച 2 കുഞ്ഞുങ്ങൾക്കായിരുന്നു, 8 വയസ്സും 4 വയസ്സും, 52,000 രൂപ കൊടുക്കാൻ പറ്റി. ഇപ്പോൾ ഞങ്ങൾ ഏറ്റവും അവസാനം ചെയ്ത പുണ്യ പ്രവൃത്തി അതാണ്. ഏറ്റവും വലിയ മഹത്തായ പ്രവൃത്തിയാണ്. കുറച്ച് സമയമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് ഞാൻ ഈ ആണുങ്ങളുടെ ഇടയിൽ ഒരു സ്ത്രീ പെട്ടെന്ന് നോക്കിയപ്പോൾ മുടി വളർത്തിയ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണോ എന്ന് വിചാരിച്ചു. പക്ഷേ അല്ല, ഒരു സ്ത്രീയാണ് കാണുന്നത്. എന്താണ് പേര്? അശ്വതി മുരളി. അശ്വതി, എവിടെ നിന്നാണ്? ഞാൻ തിരുവല്ല മാർത്തോമ കോളേജ്. എന്തിനാണ്? BA 3rd ഇയർ ആയിരുന്നു. മാർത്തോമ കോളേജ് പത്തനംതിട്ട? തിരുവല്ല. തിരുവല്ല, ഓക്കെ ഓക്കെ. പഠിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. ഇപ്പം ഫൈനൽ എക്സാം. കോളേജിൽ പഠിക്കുകയും ചെയ്യുന്നുണ്ട്, അതുപോലെ ഓട്ടോറിക്ഷ ഓടിക്കുന്നു. വളരെ. അതായത് ഏറ്റവും സ്വന്തമായിട്ട് അധ്വാനിച്ച് സ്വന്തമായിട്ട് പഠിക്കുന്നു. പക്ഷേ വേറെ എന്തെങ്കിലും കലാപ്രവർത്തനങ്ങളുണ്ടോ? ഡാൻസ് കൂടെ പഠിപ്പിക്കുന്നുണ്ട്, പഠിച്ചിട്ടുണ്ട്. എന്താണ്, ഭരതനാട്യമാണോ? ഭരതനാട്യം. ഞാൻ കണ്ടപ്പോൾ തോന്നി ഭയങ്കര കോമ്പിനേഷനാണ് ഓട്ടോറിക്ഷയും ഭരതനാട്യവും. അപ്പോൾ ഏറ്റവും വളരെ സന്തോഷകരമായ കാര്യം ഇങ്ങനെ ഇതൊരു വലിയൊരു മാതൃകയാണല്ലേ. സ്വന്തമായി സമ്പാദിച്ച് സ്വന്തമായി പഠിക്കുക, പഠിച്ചതിനെ വേറെ ആൾക്കാർക്ക് പഠിപ്പിക്കുക. എല്ലാവിധ അനുഗ്രഹങ്ങളും ആശംസകളും.